എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഓണാശംസകൾ. ഇന്ന് ഓണമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരം വെങ്ങാനൂരിലെ ബഡ് സ്പെഷ്യൽ സ്കൂളിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഒരുപാട് കുട്ടികൾ നമ്മളെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ഡാൻസുകളും പാട്ടുകളൊക്കെ ആയിട്ട് നമ്മളെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്കൂളിലേക്ക് പോവാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ. പൂവേ പൊന്നാവണിയായി പൂത്തുമ്പി പെണ്ണേ പൂക്കാലം വന്നേ പൂന്തേനുണ്ടു നീ പൂക്കാവടിയാടേണ്ടേ പൊന്നൂഞ്ഞാലാടേണ്ടേ പൂങ്കാറ്റിൻ തേരേറെ വാ തിരുവോണമുണ്ണേണ്ടേ തിരുവാതിരയാടേണ്ടേ താളത്തിൽ ചാഞ്ചാടി വാ. പൂക്കാവടിയാടേണ്ടേ പൊന്നൂഞ്ഞാലാടേണ്ടേ പൂങ്കാറ്റിൻ തേരേറെ വാ തിരുവോണമുണ്ണേണ്ടേ തിരുവാതിരയാടേണ്ടേ താളത്തിൽ ചാഞ്ചാടി വാ. അപ്പോൾ ഇന്ന് നമ്മൾ ഓണം ആഘോഷിക്കാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ ബഡ് സ്പെഷ്യൽ സ്കൂളിലാണ്. അപ്പോൾ കുറേ കൊച്ചു നല്ല കൂട്ടുകാരൊക്കെ നമ്മുടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഓരോ പെർഫോമൻസ് നമുക്ക് മുന്നിൽ കാഴ്ചവെക്കാനായിട്ട് പാട്ടും ഡാൻസും അതിനോടൊപ്പം നമ്മൾ ഒരുപാട് നല്ല ഗെയിംസും അവർക്ക് വേണ്ടിയിട്ട് കരുതി ഇവിടെ വച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഫ്രണ്ടിൽ കാണുന്ന ഒരു മാവേലി റെഡി ആയിട്ട് നിൽപ്പുണ്ട്. നമുക്ക് മാവേലിയുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. എന്താ പേര് മാവേലിയുടെ? അത്യുത്. അത്യുത്. ഓക്കെ, ഇത് ആരാ ഇങ്ങനെ ഒരുക്കി തന്നേ? ആരാ ഇങ്ങനെ ഒരുക്കി തന്നേ? ടീച്ചർ. ടീച്ചറിന്റെ പേരെന്നാ? എന്താ? ഓക്കെ, അടിപൊളിയായിട്ടുണ്ടല്ലോ. വർഷത്തിൽ ഒരിക്കലേ വരാറുള്ളോ ഇങ്ങോട്ട്? അതോ എന്ന് സ്കൂളിൽ വരുമോ? എന്നും വരാറുണ്ട്. സുന്ദരനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ബഡ് സ്കൂളിലെ ഒരുപാട് നല്ല കൂട്ടുകാരാണ്. എല്ലാവരും എന്തോ ഇങ്ങനെ ഇരിക്കണേ? എല്ലാവരും ഒന്നും ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. ഉറങ്ങുവാണോ എല്ലാവരും? എല്ലാവരും ഒന്ന് ഉറക്കൊന്ന് ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. അപ്പോൾ നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണ്ടേ? പോരാ ഉഷാർ പോരാ, ഉറക്കെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണ്ടേ? അപ്പോൾ നമുക്ക് ആദ്യം ഒരു അടിപൊളി സോങ്ങോടെ തുടങ്ങാം. ആദ്യം ആരാ പാട്ട് പാടാൻ വരുന്നേ? അപ്പോൾ നമ്മൾ വിളിച്ചപ്പോൾ തന്നെ ഓടി 2 കൂട്ടുകാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ പേരെന്താ? അമൽ. അമൽ. അമൽ എവിടെന്നാ? സ്ഥലമൊക്കെ പറയൂ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛനമ്മ ചേട്ടൻ. ഓക്കെ, പുതിയ ഉടുപ്പൊക്കെ എടുത്തോ ഓണം ഒക്കെ ആയിട്ട്? ഇത് വീട്ടിൽ എടുത്തുതന്നാണോ? ആരെടുത്തുന്നയാ? ചേട്ടൻ എടുത്തുന്നേ. പാട്ടൊക്കെ പഠിച്ചോ? ഓക്കെ. പേരെന്താ? രാഹുൽ. രാഹുൽ. രാഹുൽ ഭയങ്കര ഫേമസ് ആണോ? രാഹുലിന്റെ പേര് വന്നപ്പോ പിന്നെ ഭയങ്കര കൈയടിയാണല്ലോ. രാഹുലിന് ഒരു കൈയടി കൊടുത്തേ. വിളിച്ചപ്പോ തന്നെ ഓടി വന്നില്ലേ രാഹുല്? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ, അച്ഛൻ, ചേച്ചി, മരുമക്കൾ. മരുമക്കളും ഉണ്ട് അല്ലേ? ഓക്കെ. ഇത് ആര് മേടിച്ചിരുന്നതായി ഡ്രസ്? ഇത് എന്റെ കൂട്ടുകാരുടെ ഡ്രസ്സാ. കൂട്ടുകാരൻ എടുത്തുന്ന. പാട്ടിനൊക്കെ പ്രിപ്പയർ ചെയ്തു. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവരുടെ നല്ലൊരു പാട്ട് കേട്ടാലോ? എല്ലാരും ഒന്ന് കൈയടിക്കേ, ഓണമിരുന്നേ എല്ലാരും. അപ്പൊ നമുക്ക് രാഹുലിന്റെയും എന്താ പേരെന്ന് പറഞ്ഞ അമലിന്റെയും അടിപൊളി പാട്ട് കേട്ടിട്ട്. അടിപൊളിയായിട്ട് പാടിയല്ലേ? ആരാ ഈ പാട്ട് പഠിപ്പിച്ചേ? ഏത് സാറാ? എൻ്റെ ഒരു മ്യൂസിക് സാർ ഉണ്ടായിരുന്നു. സാറ് ഇടയ്ക്ക് മുറക്കൊക്കെ ഇവിടെ വരാറുണ്ട്. ഷാജി ജേക്കബ് എന്നാണ് പേര്. ആണോ? അപ്പൊ ഷാജി സാറിന് ഒരു നല്ല കൈയടി കൊടുക്കണം കേട്ടോ. അടിപൊളിയായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. പാട്ട് അടിപൊളിയായിട്ട് പാടിട്ടോ. എല്ലാരും നല്ലപോലെ ഒന്ന് കൈയടിച്ചേ. എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട്? ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിരുന്നില്ലേ?
എല്ലാരും സൂപ്പർ എന്ന് പറഞ്ഞേ, സൂപ്പർ എന്ന് പറഞ്ഞേ. അപ്പോ ഈ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കൈയടിച്ചേ. ഓക്കെ, അപ്പോൾ നമ്മൾ മനോഹരമായ ഒരു പാട്ടാണ് ഇപ്പോൾ കണ്ടത്. ഇനി നമുക്ക് അടിപൊളി ഒരു ഗെയിമിലേക്ക് പോയാലോ? ഗെയിം കളിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണോ? അതാർക്കും ഇഷ്ടമല്ലേ? ഇനി ഗെയിമിലേക്ക് പോയാലോ? ഗെയിം എന്താണെന്നറിയോ? ഒരു സുന്ദരി നമ്മുടെ പിറകിലിരിപ്പുണ്ട്. ആ സുന്ദരിക്ക് നമ്മൾ പൊട്ട് തൊടണം. കറക്റ്റ് ഇവിടെ ആയിട്ട് നമ്മൾ പൊട്ട് തൊടണം. അവർക്ക് നമ്മളൊരു ചെറിയൊരു സമ്മാനം തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാരാന്നറിയാവോ ബാക്കിലിരിക്കുന്നത്? ആ, എല്ലാവർക്കും അറിയാലോ. സിനിമ ഇഷ്ടമാണോ നിങ്ങൾക്ക്? എല്ലാവർക്കും ഇഷ്ടമാണോ? സിനിമ ഇഷ്ടമുള്ളവരൊന്ന് കൈവക്കിക്കേ. എല്ലാവർക്കും ഇഷ്ടമാണ്. ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? നടന്മാരിൽ ആരെ ഇഷ്ടം? നടന്മാരിൽ ആരെ ഇഷ്ടം? സുരേഷ് ഗോപി. ഓ, സുരേഷ് ഗോപി ഇഷ്ടമുള്ളവർ കൈവക്കിക്കേ. പിന്നെ ഇനി ആരെ ഇഷ്ടം? വേറെ ആരെയാ? വേറെ ആരെയാ നിങ്ങൾക്ക് ഇഷ്ടം? മോഹൻലാലിനെ ഇഷ്ടമുള്ളവർ കൈവക്കിയേ. മോഹൻലാൽ ഫാൻസും സുരേഷ് ഗോപി ഫാൻസും ഒന്ന് കൈയടിച്ചേ. രണ്ടുപേരേ ഉള്ളോ? അപ്പൊ മോഹൻലാൽ ടീച്ചേഴ്സ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. മോഹൻലാലിനെയും സുരേഷ് ഗോപിയുടെ ഫാൻസുകളാണ് ഇവിടെ മൊത്തം ഇരിക്കുന്നത് കേട്ടോ. മഞ്ജു വാര്യർ ഇഷ്ടമാണോ? മഞ്ജു ചേച്ചിനെ ഇഷ്ടമുള്ളവരൊന്ന് കൈയടിച്ചേ. ഒന്ന് കൈയടിച്ചേ. ഓക്കെ, അപ്പൊ ആരാണ് മഞ്ജു ചേച്ചിയുടെ നെറ്റിയിൽ കറക്റ്റ് ആയിട്ട് പൊട്ട് ഇടുന്നത് അവർക്ക് നല്ല കിടില സമ്മാനം തരും കേട്ടോ. എല്ലാരും റെഡിയാണോ? ഉഷാറായേ എല്ലാരും? അപ്പൊ നമുക്ക് ആദ്യത്തെ ആളെ വേദിയിലേക്ക് വിളിക്കാം. പേരെന്താ? ഗൗരി. ഗൗരി. ഇപ്പൊ ഗൗരി റെഡിയാണോ? അതെ. ഓക്കെ, ഗൗരി സിനിമയൊക്കെ കാണാറുണ്ടോ? ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ഏതാ? നടിമാരിൽ ആരെയാ ഇഷ്ടം? മഞ്ജു വാര്യറിന് അറിയാമോ? അപ്പൊ മഞ്ജു ചേച്ചിയുടെ നെറ്റിൽ കറക്റ്റ് ആയിട്ട് പൊട്ട് തൊടാവോ? ഓക്കെ, അപ്പൊ ഞാനൊരു സാധനം തരാം, ഒരു പൊട്ട് തരാം. ഇതിൽ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കും. കറക്റ്റ് നെറ്റിൽ തൊടണം കേട്ടോ. ഇവിടെ ഇതാണ് പടം കേട്ടോ. പൊട്ട് പറയാം. ഓക്കെ, എല്ലാവരും കൈ അടിച്ചേ. ആ, വെച്ചു പൊട്ട് വെച്ചോ. പേരെന്താന്ന് പറഞ്ഞ? ഇപ്പൊ രാജേഷ് കറക്റ്റ് മഞ്ജു വാര്യർ ഒന്ന് പൊട്ടായിട്ട് നിങ്ങൾ കണ്ടോ? കറക്റ്റാ വെച്ചേക്കുന്നേ. ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു മാറ്റവും ഇല്ല. കറക്റ്റ് നെറ്റിയിൽ പൊട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ രാജേഷിന് ഒരു വലിയ കൈയ്യടി കൊടുത്തേ എല്ലാവരും. അപ്പൊ നമ്മൾ 3 കൂട്ടുകാരെ വിളിച്ചായിരുന്നു സുന്ദരിക്ക് പൊട്ട് തൊടാൻ. നമ്മുടെ മഞ്ജു ചേച്ചിയുടെ നെറ്റിയിൽ പൊട്ട് തൊടാനുള്ള ടാസ്ക് ആയിരുന്നു. അപ്പൊ നമ്മൾ 3 പേരെ വിളിച്ചതിൽ രാജേഷാണ് വിജയിച്ചിരിക്കുന്നത്. രാജേഷ് കറക്റ്റ് മഞ്ജു ചേച്ചിയുടെ നെറ്റിയിൽ പൊട്ട് വെച്ചിട്ടുണ്ട്. കാണുന്നുണ്ടായിരുന്നോ? ചെറുതായിട്ട് കണ്ടുകൂടായിരുന്നോ? കാണായിരുന്നില്ലേ? അപ്പൊ കറക്റ്റ് മഞ്ജു ചേച്ചിയുടെ നെറ്റിയിൽ പൊട്ട് തൊട്ടിട്ടുണ്ട്. അപ്പൊ രാജേഷിന് ഒരു കിടില സമ്മാനം ഉണ്ട് നമ്മുടെ വക. ഇപ്പോൾ നമ്മളിപ്പോൾ അടിപൊളി ഒരു ഗെയിമാണ് കണ്ടത്. നമ്മളിന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ ബഡ് സ്പെഷ്യൽ സ്കൂളിലെ ഒരുപാട് നല്ല കൂട്ടുകാരോടൊപ്പമാണ്. അപ്പോൾ അടുത്ത് നമുക്ക് നല്ലൊരു ഡാൻസ് പെർഫോമൻസ് കാണാം. അപ്പോൾ ഡാൻസ് റെഡി ആയിട്ട് ഇവിടെ കുറച്ച് നല്ല കൂട്ടുകാരുണ്ട്. ഒന്ന് ഓടി വന്നേ, ആരൊക്കെയാണ് റെഡി ആയി നിൽക്കുന്നതെന്ന്. അപ്പോൾ ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ ഓടി ഒരു കൂട്ടുകാരൻ ഇവിടെ വന്നിട്ടുണ്ട്. പേരെന്താ? എന്താ? പ്രിയൻ. ആ, പ്രിയൻ ഒരു കൈയ്യടി കൊടുത്തേ. പ്രിയ വിളിച്ചപ്പോ തന്നെ ഓടി വന്നു. ഇത് ആരാ ഇങ്ങനെ ഒരുക്കിയൊക്കെ തന്നെ? ടീച്ചറിന്റെ പേരെന്നാ? എന്താ? ധന്യ ടീച്ചറോ? ധന്യ ടീച്ചർ ഉണ്ടോ അവിടെ എവിടെയെങ്കിലും? ഒന്ന് കൈവക്കേ ധന്യ ടീച്ചറെ. ധന്യ ടീച്ചർ ഒന്ന് കൈവക്കേ. ആ, ധന്യ ടീച്ചർ അവിടെ ഉണ്ട്. ധന്യ ടീച്ചറിന് ഒരു കൈയ്യടി കൊടുത്ത് എല്ലാരും. അപ്പൊ ധന്യ ടീച്ചർ ഡാൻസിൽ അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഏത് പാട്ടാ കളിക്കുന്നേ? പാട്ടേതാ? 14 രാവിന്റെ. അപ്പൊ നമുക്ക് അടിപൊളി ഒരു ഡാൻസ് പെർഫോമൻസ് കണ്ടാലോ? നിങ്ങളൊക്കെ ഒന്ന് ഉഷാറായേ, നന്നായിട്ടൊന്ന് ഉഷാറായേ. ഒരു അടിപൊളി ഡാൻസ് നമ്മൾ കാണാൻ പോകുന്നേ. അപ്പൊ നമ്മൾ പാട്ട് കേട്ടു, ഡാൻസ് കണ്ടു, ഗെയിം കളിച്ചു. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ഒരു അടിപൊളി വഞ്ചിപ്പാട്ടിലേക്കാണ്. അപ്പോൾ വഞ്ചിപ്പാട്ട് പാടാനായിട്ടുള്ള കൂട്ടുകാരെ നമുക്ക് വേദിയിലേക്ക് വിളിക്കാം. നമ്മുടെ കൊച്ചു കൂട്ടുകാർ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. എന്താ പേരെന്താ? അർച്ചന.
എന്താ? അർച്ചന. അർച്ചന. ഓക്കെ. പേരെന്താ? പേര് പറയൂ. അനഘ. അനഘ. പേരെന്താ? എന്താ പേര് പറയോ? സുരേഷ്. സുരേഷ്. അടുത്ത ആൾക്ക് കൊടുക്കും. രാജേഷ്. രാജേഷ്. ആ അശ്വിൻ. ആ ആ പേര് പറ. അമൽ. അപ്പൊ നമുക്ക് അടിപൊളി ഒരു വഞ്ചിപ്പാട്ട് പാടിയിട്ട് തിരിച്ചു വരാം. അപ്പൊ എല്ലാരും റെഡി അല്ലേ? നിങ്ങൾ ഉഷാറില്ലാതെ നിൽക്കുവാണോ? റെഡി അല്ലേ? റെഡി അല്ലേ? അപ്പൊ എല്ലാരും കൈയടിച്ചേ. Tara tititay titay tagaday dedo tititara tititay titay tagaday dedo തോൽവി എന്തെന്നറിയാത്ത തല സൽക്കരറിയാത്ത കാവാലൻ സുണ്ടലീത ജയിച്ചു വന്നു. ഓ തിത്തിത്താര തിത്തിത്തൈ തിത്തൈ തകതൈ ദേദം കരുമാടിക്കുട്ടനിന്ന് പനിനീർ കാവടിയാട്ടം കാവിലമ്മയ്ക്കിന്ന് രാത്രി ഗരുഡൻ തൂക്കം. ഓ തിത്തിത്താര തിത്തിത്തൈ തിത്തൈ തകതൈ ദൈതം പമ്പായിലെ പൊന്നോളങ്ങൾ ഓടി വന്നു പുണരുന്നു. തങ്കവേലിൽ നെറ്റിലുമേ പൊട്ടുകുത്തുന്നു. ഓ തിത്തിത്താര തിത്തിത്തൈ തിത്തൈ തകതൈ ദൈതം സമ്പകുളം പള്ളിക്കുന്ന വള്ളംകളി പെരുന്നാൾ അമ്പലപ്പുഴയിലൊരു ചുറ്റുവിളക്ക്. ഓ തിത്തിത്താര തിത്തിത്തൈ തിത്തൈ തകതൈ ദൈതം തിത്തിത്താര തിത്തിത്തൈ തിത്തൈ തകതൈ ദൈതം. ഇപ്പൊ നമ്മൾ അടിപൊളി വഞ്ചിപ്പാട്ട് ഇപ്പൊ കേട്ടു. എങ്ങനെയായിരുന്നു? തിത്തിത്താര തിത്തിത്തൈ തിത്തൈ തകതൈ ദൈതോ. എന്താ നിങ്ങൾ ഇങ്ങനെ ഇരിക്കണേ? കൈയടിച്ചേ. നിങ്ങൾ ഉഷാറായോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഇനി വീണ്ടും നമുക്ക് ഗെയിമിലേക്ക് പോയാലോ? അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂട് സ്പെഷ്യൽ സ്കൂളിലാണ്, ബഡ് സ്പെഷ്യൽ സ്കൂളിലാണ്. അപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികളാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. നല്ല ചിരിച്ചുകൊണ്ട് സുന്ദരന്മാരും സുന്ദരികളൊക്കെ ഒന്ന് കൈയടിച്ചേ. അപ്പോൾ ഗെയിമിലേക്ക് പോയാലോ? ഗെയിമിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് അടുത്തൊരു ഗെയിമിലേക്ക് പോവാം. അപ്പോൾ ബഡ് സ്പെഷ്യൽ സ്കൂളിലെ കൂട്ടുകാരോടൊപ്പം നമ്മൾ കുറേ പാട്ടുകൾ കേട്ടു, ഡാൻസ് കണ്ടു, കുറച്ച് ഗെയിംസ് ഒക്കെ കണ്ടു. അപ്പോൾ അടുത്ത് നമ്മൾ അടിപൊളി ഒരു ഗെയിമിലേക്ക് പോവുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളൊരു സോങ് ആദ്യം പ്ലേ ചെയ്യും. സോങ് എൻഡ് ചെയ്യുമ്പോൾ ആരാണോ ചെയറിൽ ഇരിക്കുന്നത് അവർ പാസ്സാവും, അല്ലാത്ത ആൾക്കാർ ഔട്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും ഗെയിം അറിയാവോ? എല്ലാവർക്കും അറിയാമല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് മ്യൂസിക്കൽ ചെയർ കാണാം. ഇവിടെ ഉണ്ട്, കറങ്ങി വാ, ഇവിടെ ഉണ്ട്. അങ്ങനെ പറ്റില്ല, അങ്ങനെ ഇല്ല. വാ വാ വാ, ഓടി വാ, ഓടി. അപ്പോൾ മ്യൂസിക്കൽ ചെയറിൻ്റെ വിന്നറാണ് നമ്മളെ ഫ്രണ്ട് നിൽക്കുന്നത്. കൂട്ടുകാരൻ്റെ പേര് ദിലീപ് എന്നാണ്. പുള്ളിക്ക് സംസാരിക്കാനും കേൾവി ശക്തിയില്ല, എന്നിട്ടും മ്യൂസിക്കൽ ചെയറിൽ ഫസ്റ്റ് മേടിച്ചിരിക്കുകയാണ്. എല്ലാവരും ഒരു കൈ കൊടുക്കണേ. അപ്പോൾ ഈ കൊച്ചു കൂട്ടുകാരന് നമുക്കൊരു സമ്മാനം കൊടുക്കാം. എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്യൂ. അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ ബഡ് സ്പെഷ്യൽ സ്കൂളിലാണ്. നമ്മളിന്ന് ഓണാഘോഷ പരിപാടി ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഇവിടെ കുട്ടികൾ മാത്രമല്ല, നമ്മുടെ കുട്ടികളുടെ പാരൻസും കലാകാരിമാരുണ്ട് ഇതിനിടയിൽ. അപ്പോൾ ഒരു കുട്ടിയുടെ പാരൻ്റ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കവിടെ അവരെ സ്വാഗതം ചെയ്യാം ഈ വേദിയിലേക്ക്. എല്ലാവരും കൈയടിച്ചേ. പേരെന്തായിരുന്നു? രാഖി. രാഖി. ഏത് സ്റ്റുഡൻറ്റിൻ്റെയാണ്?
ആദിത്യ കൃഷ്ണൻ. ഓക്കെ, ഇവിടുത്തെ ടീച്ചേഴ്സും കുട്ടികളുടെ ഒക്കെ പറ്റി എന്തെങ്കിലും 2 വാക്ക് പറയാമോ? എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഡാൻസ് ചെയ്യുന്നതിന്. പിന്നെ വേറൊന്നും കൂടുതൽ പറയാനില്ല, നല്ല സ്കൂളാണ്. നമ്മളിപ്പോൾ ഒരു ഓണാഘോഷ പരിപാടി ഇവിടെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് വിളിച്ചപ്പോൾ തന്നെ ഓടി വന്നതിന് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ്. എന്ത് ഡാൻസ് പെർഫോമൻസ്, ക്ലാസിക്കലാണോ സെമി ക്ലാസിക്കലാണോ, എന്ത് പെർഫോമൻസ് ആണ് ചെയ്യുന്നത്? രണ്ടും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ എന്നെ പ്രോത്സാഹിപ്പിച്ചത് ധന്യ ടീച്ചറാണ്. ഓക്കെ, ധന്യ ടീച്ചർ ഇവിടുത്തെ ഒരു കലാതിലകമാണെന്ന് തോന്നുന്നു. ധന്യ ടീച്ചറിന് ഒരു നല്ല കയ്യടി കൊടുത്തേ വീണ്ടും. പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ ജാനകി ടീച്ചർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജാനകി ടീച്ചർ ഉണ്ടോ? ജാനകി ടീച്ചറിന് ഒരു കയ്യടി കൊടുത്തേ. എല്ലാ ടീച്ചേഴ്സും രക്ഷകർത്താക്കളും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു അടിപൊളി ഡാൻസ് കണ്ടിട്ട് തിരിച്ചു വന്നാലോ? നിങ്ങൾ ഇങ്ങനെ ഇരുന്നാ പോരാ, നല്ല എനർജറ്റിക് ആയിട്ട് നല്ല കൈയടിക്കണം കേട്ടോ, നല്ല പ്രോത്സാഹിപ്പിക്കേ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഡാൻസ്? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒരു കൈയടിച്ചേ. ആ, അടിപൊളിയായിരുന്നല്ലേ? പിന്നെ ഒരു ടീച്ചറിൻ്റെ പേര് പറയാൻ വിട്ടുപോയി, ഞാൻ അപ്പോഴത്തെ ടെൻഷനിൽ ഒന്നും പറയാൻ പറ്റിയില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ അമ്മയെപ്പോലെ ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിച്ച ഒരാളാണ് ജെ ടീച്ചർ. പിന്നെ എൻ്റെ ജെ ടീച്ചർ ടീച്ചറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. കുട്ടികളെ മാത്രമല്ല പാരന്റ്സിനെയും ടീച്ചർ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഒരു പാരന്റ് ഇവിടെ പറയുന്നത്. അത് പേര് ഞാൻ ഇപ്പോൾ പറയാണ്, ടീച്ചർ. ഓക്കെ, അപ്പൊ അടിപൊളിയായിരുന്നു ഡാൻസ് കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പോൾ വേറൊരു കൊച്ചു കൂട്ടുകാരി നമ്മളോടൊപ്പം വന്നിട്ടുണ്ട്. അടുത്തൊരു മനോഹരമായ ഒരു ഗാനം പാടിത്തരാന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ പേരെന്ന് പറഞ്ഞേ? അർച്ചന. ഏത് പാട്ടാ പാടുന്നേ? ചാഞ്ചാടി ആടി ഉറങ്ങുന്നീ, അതാണോ? അപ്പൊ നമുക്ക് ആ പാട്ട് കേട്ടാലോ? നിങ്ങളൊക്കെ ഒന്ന് എനർജി ഇരുന്നേ, എനർജി ആയിരുന്നു. കേക്കണ്ടേ? കൈയടിച്ചേ. ചാഞ്ചാടിയാടി ഉറങ്ങനീ, ചരിഞ്ഞാടിയാടി ഉറങ്ങു നീ, ആകാശകൂഞ്ഞാടനീ, കാണാക്കിന കണ്ണുറങ്ങു നീ, ചാഞ്ചാടിയാടി ഉറങ്ങു നീ, ചരിഞ്ഞാടിയാടി ഉറങ്ങനീ, ആകാശകൂഞ്ഞാടനീ, കാണാക്കിന കണ്ണുറങ്ങു നീ, അമ്പോട്ടിയൻ നീ കണ്ണോരുറങ്ങുമ്പോ കൽ കണ്ട ചുഞ്ചും കാണവരും, കൽ കണ്ട കുന്നിൻ്റെ ഉച്ചില ചെല്ലുമ്പോൾ അമ്പിളി തമ്പ്രാൻ്റെ കോരും കാണാം. ആ കൂടത്തെത്തുമ്പോ അവിടെ നെന്നലസമെന്നോ, അവിടെ പാകാവളിയുണ്ട്, അവിടെ പായസപ്പുളിയുണ്ട്, അവിടെ താത്തുറമ്മരിപ്പുണ്ട്, ചാഞ്ചാടിയാടി ഉണങ്ങനീ, ചരിഞ്ഞാടിയാടി ഉണങ്ങനീ, ആകാശകൂഞ്ഞാടനീ, കാണാക്കിനാക്കൻ ഉറങ്ങനീ. നിങ്ങളെല്ലാരും അടിച്ചു പൊളിച്ചില്ലേ? പാട്ട് ഇഷ്ടപ്പെട്ടോ? ഡാൻസ് ഇഷ്ടപ്പെട്ടോ? ഗെയിംസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നമ്മളിന്ന് ഓണാഘോഷം ആഘോഷിക്കുന്നത് ബഡ് സ്പെഷ്യൽ സ്കൂളിലാണ്. ഇതിനൊരു വേദി നമുക്ക് ഒരുക്കി തന്നത് ഇവിടുത്തെ പ്രിൻസിപ്പളായ ധന്യ മാഡമാണ്. അപ്പോൾ ധന്യ മാഡത്തിനെ നമ്മളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
മാഡത്തിന് എന്താണ് ഈ പ്രോഗ്രാമിനെ പറ്റി പറയാനുള്ളത്, സ്കൂളിനെ പറ്റി ഇത് പറയാനുള്ളത്? 2 വാക്കൊന്ന് പറയാമോ? ഈ വർഷത്തെ നമ്മുടെ ഓണാഘോഷം വളരെ ഗംഭീരമായിട്ടും വളരെ സന്തോഷകരമായിട്ടും നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചത് ജയ്ഹിന്ദ് ചാനലിൻ്റെ സഹായത്തോടെയാണ്. കൂടാതെ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം തന്നെ വളരെ വളരെ ഹാപ്പിയാണ്. പിന്നെ വളരെ നന്നായിട്ട് അവരെ പ്രോഗ്രാംസ് അവതരിപ്പിക്കാൻ പറ്റി, മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റി. ഇതൊക്കെ എൻ്റെ മാത്രമല്ല, എൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങളുടെ ഇവിടുത്തെ മറ്റ് സ്റ്റാഫുകളും എല്ലാ നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സ് എല്ലാം എൻ്റെ സഹപ്രവർത്തകരെ എല്ലാവരും ഇതിൽ പങ്കാളികളാണ്. അവരെ കൂടെ ഇങ്ങോട്ട് ക്ഷണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് ടീച്ചേഴ്സിനെയും നോൺ ടീച്ചേഴ്സിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ടീച്ചേഴ്സ് എല്ലാവരും വരണം. നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിന് മുന്നേ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സിന് നമ്മളിവിടെ പരിചയപ്പെട്ടാലേ പറ്റുള്ളൂ. ഇവിടുത്തെ പ്രിൻസിപ്പളും ടീച്ചിങ് സ്റ്റാഫും നോൺ ടീച്ചിങ് സ്റ്റാഫാണ് എൻ്റെ കൂടെ ഉള്ളത്. ഇപ്പം നമുക്ക് അവരെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. അതിനിടയ്ക്ക് ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. കാരണം ഇത്രയും ഗംഭീരമായ ഒരു ഓണവും ഓണസദ്യയും എല്ലാം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുക്കിയ ജയ്ഹിന്ദ് ചാനലിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി കൂടെ ഞാൻ ഈ സമയം അർപ്പിക്കുകയാണ്. ടീച്ചർ ഇവിടുത്തെ പ്രിൻസിപ്പൾ അല്ലേ? എൻ്റെ പേര് ധന്യ എന്നാണ്. ഞാൻ ഇവിടുത്തെ പ്രിൻസിപ്പലാണ്. കൂടാതെ എൻ്റെ മോളും ഇവിടെ പഠിക്കുന്നുണ്ട്. ഞാൻ ഇവിടുത്തെ ഒരു പേരൻറ്റും കൂടെയാണ്. പിന്നെ മറ്റ് എൻ്റെ സഹപ്രവർത്തകരെല്ലാവരും നിങ്ങളെ പരിചയപ്പെടും. എൻ്റെ പേര് ഷീബ, ഞാൻ ഇവിടുത്തെ ടീച്ചറാണ്. എൻ്റെ പേര് സെൽവി, ഞാൻ ഇവിടുത്തെ ഹെൽപ്പറാണ്. എൻ്റെ പേര് ജയ വിജയ് ടീച്ചർ എന്നാണ്. ഞാൻ ഇവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്ക് എൻ്റെ ക്ലാസ്സിലും ഞാൻ പ്രീ പ്രൈമറിയിലാണ് പഠിപ്പിക്കുന്നത്. എനിക്ക് 8 കുട്ടികളുണ്ട്. എൻ്റെ പേര് വസന്ത എന്നാണ്. ഞാനാണ് ഈ സ്കൂളിലെ കുക്ക്. എൻ്റെ പേര് ജാനകി, ഞാൻ ഇവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ബിന്ദുലേഖ, ഞാൻ ഇവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ജയകുമാരി, ഞാൻ ഇവിടുത്തെ സ്റ്റാഫാണ്. ഒരുപാട് പാട്ടുകളോടും ഡാൻസോടൊപ്പം ഒരുപാട് നല്ല രസകരമായ ഗെയിംസോടുകൂടിയും നമ്മുടെ ഈ വർഷത്തെ ഓണാഘോഷം നമ്മുടെ ബഡ് സ്കൂളിലെ സ്പെഷ്യൽ സ്റ്റുഡൻസിനോട് ഓണപ്പാട്ടിൻ കൈകൾ ഓണവില്ലില്ലു ഞാലാടും പണ്ടാത്തക്കിളിയെ നിന്റെ കൽകാനായി കൊടിക്കാനും മാണിക്കാവിൽ